മാട്ടുങ്കയിലൊക്കെ ഉള്ള നാരങ്ങ റെഡിയാ. നീ എടുത്ത് വണ്ടി കയറി. എന്താടാ കാർലി, ചോദിച്ച കേട്ടില്ലേ? അത് ഞങ്ങളറിയാതെ പുതിയ കച്ചവടമൊക്കെ തുടങ്ങിയിരിക്കാനല്ലടാ. നീയാണോ ഇവരുടെ പുതിയ നേതാവ്? എത്ര നാളാണ് ഇത് തുടങ്ങിയിട്ട്? എത്ര കാശുണ്ടാക്കിയടാ? എന്താടാ വായന നാക്കില്ലേ? ആരൊക്കെയാണ് ചിങ്കിടികൾ? പറയടാ, പറയാൻ പറയടാ പട്ടി. എടാ മനുഷ്യനെ മനസമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ലേ? അബ്ബാസ് അലിയുടെ ആളെ അടിച്ചവങ്ങളെ യാരെയെങ്കിലും ഉയരോടെ വിട്ടതല്ലേ? അയാൾ അറിഞ്ഞാൽ പിന്നെ ഇവിടെ ചോര കളമായിരിക്കും. അബ്ബാസ് ഇവിടെ വന്നിറങ്ങിയാൽ നിങ്ങളെ മാത്രമല്ല ഞങ്ങളെ വെച്ചേക്കില്ല. എത്ര നാൾ അവന്മാരുടെ തല്ലുകൊണ്ട് ഇങ്ങനെ ജീവിക്കും? ഇത്രയും നാൾ ഞങ്ങൾ ഇങ്ങനെയല്ലേ ജീവിച്ചോണ്ടിരുന്നത്? മര്യാദയ്ക്ക് അവർ ചോദിക്കുന്നതും കൊടുത്തോണ്ടിരുന്നാലേ ഒരു കുഴപ്പം ഉണ്ടാവില്ല. കഷ്ടപ്പെടാൻ നമ്മൾ വോട്ടിന് സൂക്ഷിക്കാം അവന്മാരും അല്ലേ? നീ മിണ്ടി പോവരുത്. എല്ലാത്തിന്റെയും ശവം ഉടനെ കാണാം. ആരുടെയും ശവം ആര് കാണാൻ പോകുന്നില്ല. അബ്ബാസ് അലി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് പോയി അയാളെ കണ്ടോളാം. കൊന്നാലും തിന്നാലും എന്നല്ലേ ആവുള്ളൂ. ആയിക്കോട്ടെ, തെറ്റ് ചെയ്തത് ഞാനല്ലേ. ശിക്ഷ ഞാൻ മാത്രമായിട്ട് അനുഭവിച്ചോളാം. क्या अब्बास है? यहीं ठहरो साहब, कोई मिलने को आया है? चला साहब. நான் அங்க வரலான் தான் இருந்தேன். அதுக்கு முன்னாடி நீ இங்க வந்தது ரொம்ப நல்லதா போச்சு. ക്ഷമിക്കണം, അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അതിന്റെ പൂർണ്ണ ഉത്തരവാദി ഞാൻ മാത്രമാണ്. മറ്റാർക്കും അതിൽ യാതൊരു പങ്കുമില്ല. मैंने तेरे को 48 घंटे की मोहलत दी, लेकिन तूने ये शहर नहीं छोड़ा. मेरे इजाजत के बगैर तूने दारू का धंधा शुरू किया और मेरे आदमी को मारा. ये मेरी गलती थी कि मैंने मेरे दुश्मन को जीने का मौका दिया. ആരെ എതിർക്കാനൊന്നും എനിക്ക് ഉദ്ദേശമില്ല. കയ്യിലുള്ള കുറച്ച് കാശ് വെച്ച് ജീവിക്കാൻ വേണ്ടി ഒരു പണി ചെയ്യുന്നു എന്ന് മാത്രം. കൂടുതൽ സംസാരിക്കണ്ട. ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല. അതിന്റെ പിഴയായിട്ട് ആഴ്ചയിൽ 2000 രൂപ വെച്ച് എനിക്ക് തന്നോളണം. അത്രയും കാശൊന്നും ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല. ரொம்ப பேசுன ரேட்டிന് ഉയരിടും. അബ്ബാസി, अरे चुप. ये जुर्माना सिर्फ तेरे वास्ते नहीं है, ये उन लोगों के वास्ते है जो लोग मेरे को तेरे कारोबार के बारे में नहीं बताया. उन सब लोगों को भी जुर्माना भरना पड़ेगा. അബ്ബാസിനെ അറിയിക്കാതെ കച്ചവടം തുടങ്ങിയതാ പോട്ട്. അയാളുടെ മെക്കെട്ട് കയറാനും കൂടെ തുടങ്ങിയാലോ? ഡാടാ, നീ വലിയ വായൊന്നും അടിക്കണ്ട. അവന്റെ ദേഹത്തോടരുത്, അടിച്ചതിന് ചെവിക്കുനിരിച്ചാളെ. വിളിച്ചേറെ, നിങ്ങൾ എന്നെ ചൊല്ലി തകരാറൊന്നും വേണ്ട. അബ്ബാസിന് 2000 രൂപ കൊടുക്കാൻ പറ്റില്ല, അത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. പിന്നെ എത്ര കൊടുക്കാം? 500 രൂപ താൻ കൊടുത്തിട്ടുണ്ടോ? അത് കൊടുത്താൽ മതി. അതിന് അബ്ബാസ് സമ്മതിക്കണ്ടേ? ഞാൻ സമ്മതിപ്പിച്ചോളാം. ഗണപതി പൂജയുടെ അന്ന് കാശ് കൊടുക്കാമെന്നാണ് ഞാൻ ഏറ്റിരിക്കുന്നത്. നിങ്ങൾ കാശ് എൻ്റെ കയ്യിൽ തന്നാൽ മതി. സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ തെരുവിലേക്ക് വരില്ല. പോരെ? क्या हुआ? ये चोर है, ये चोरी क्या?
ഒരിക്കൽ ജയിലിൽ പോയപ്പോഴെങ്കിലും നീ നന്നാവെന്ന് വിചാരിച്ചു. എന്താണ് പൊട്ടിച്ചേ? 5 ദിവസമായി ആഹാരം കഴിച്ചിട്ട് നിവൃത്തിയില്ലാഞ്ഞിട്ടാ. ये किसका है? मेरा है. അങ്ങോട്ട് വന്ന നിങ്ങൾ കേട്ടില്ലെന്നറിയാം. കിടന്നിരുന്ന പുരവര വിട്ടിട്ടാണ് ദുബായി പോവാൻ ഞാനിവിടെ വന്ന് പണം മുഴുവൻ വാങ്ങി അവന്മാരെന്നെ പറ്റിച്ചു. എന്റെ കത്തും പണം സ്വപ്നം കണ്ട് പട്ടിണി കിടക്കുന്ന ഒരു കുടുംബമുണ്ട് നാട്ടില്. നിവൃത്തിയില്ലാഞ്ഞിട്ടാ. ഞാനെന്താ വേണ്ടേ? How are you, Larry? Hi. ഹാർബറിൽ നേവിക്കാരിറങ്ങിയ നിനക്ക് കോളാ. ഓട്ടം കിട്ടുമല്ലോ ബസ് സീറ്റിലേക്കും അതുപോലെ പെണ്ണുങ്ങളോടത്തേക്കെല്ലാം. ആ ടൈപ്പ് ചൊക്ലി നേവി അല്ല ഈ സായിപ്പ്. ക്യാപ്റ്റനാ ഇറ്റാലിയൻ ഷിപ്പില്. ഹരി കഴിഞ്ഞു കേട്ടോ. ഇന്ന് അത്രേ കാണൂ. കൊളാബ ഏരിയയിലേക്കുള്ളത് നാളെ കൊടുത്തയക്കാം. കാലത്ത് സായിപ്പിന്റെ ഓട്ടം ഉണ്ടായിരുന്നു. ലോങ് ട്രിപ്പാ. പറഞ്ഞ കാശ് കിട്ടും. ഒന്നുകിൽ ഈ പണി ചെയ്യണം, അല്ലെ സായിപ്പിന്റെ ഗണപതി പൂജ വരെ തന്നെയാ. അത് കഴിഞ്ഞ് ഈ കച്ചവടം ഉണ്ടാവുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. എതിക്കിടാ വന്ന? ഗണപതി ഉത്സവത്തിന് കാണാമെന്ന് പറഞ്ഞിട്ടില്ലേ? നിനക്ക് തരാനുള്ളത് കൊണ്ട് തരാമെന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? എന്നാ मैंने लोगों को फालतू कुत्तों को बिस्किट डालते हुए देखा है. क्या तू भी मेरे सामने पैसा फेंक रहा है? मैं कुत्तों को कुत्तों की तरह देता हूँ. अब्बास अली का खून हुआ है, वो भी सोच समझ के किया हुआ है. गणपति के पूजा की वजह से ना किसी ने कुछ सुना ना कुछ देखा, लेकिन मुझे यकीन है कि दुश्मन उसी इलाके का है. तुम लोग जाओ, उस इलाके के लोगों को इतना घबराओ, इतना डराओ. ये सब खेल ही डर का है. उन लोगों को तब तक मारो जब तक वो बताते नहीं कि अब्बास अली का खून किसने किया है. അബ്ബാസ് അലിയെ കൊന്നവർ ആരാണെന്ന് ഈ തെരുവിലുള്ളവർക്കറിയാം. പറഞ്ഞില്ലെങ്കിൽ അത് പറയിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം. പറയണം, ഞാൻ തല്ലിപ്പൊളിക്കും. പറയില്ലേ?
പറയടി കളവി, മര്യാദക്ക് പറഞ്ഞല്ലേ? എനിക്ക് അറിഞ്ഞൂടാ സാർ. അയ്യോ, നിങ്ങൾക്കറിയാം, ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. പറഞ്ഞില്ലെങ്കിൽ സ്വന്തം മകളെ തുണിയിലായി നാട്ടുകാർ മുഴുവൻ കാണും. സത്യമായിട്ട് ഞങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ. അയക്കണം. അയ്യോ ഇവിടുത്തെ ഒരു പെണ്ണിനെ നിന്റെ എല്ലാം മുമ്പിലിട്ട് ഉടുതുണി വലിച്ചൂരിയപ്പോ സഹായിക്കാൻ ആരെയും കണ്ടില്ലല്ലോ. ഇത്ര നേരം എന്നെ ഇവിടിട്ട് പട്ടിയെ പോലെ തല്ലിയപ്പോഴും എല്ലാവരും നോക്കിയിരുന്നു. അവന്മാരെന്നെ കൊന്നിരുന്നെങ്കിൽ എന്റെ ശവം ഇവിടെ കിടന്ന് പുഴുത്തു നാറിയാൽ പോലും ഒരുത്തരം തിരിഞ്ഞു നോക്കില്ല എന്ന് എനിക്കറിയാം. കാരണം എന്നും ഇവനെയൊക്കെ പേടിച്ച് ഇവന്റെയൊക്കെ വാലാട്ടി പട്ടികളായി കഴിയാനേ നിനക്കൊക്കെ വിധിയുള്ളൂ.
എല്ലാ പ്രതീക്ഷകളും നശിച്ച് ആകെയുള്ള സ്വന്തം ദേഹം വരെ വിറ്റ് ജീവിക്കുന്ന ഇവിടുത്തെ ദാസി പെണ്ണുങ്ങളുടെ സമ്പാദ്യം വരെ പിടിച്ചു പറിക്കുന്ന യുവന്മാർക്കെതിരെ 10 പേര് ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ ഗുണ്ടായുസം എന്ന് പറയുന്ന ഈ തെണ്ടിത്തര ഇവിടെ നടക്കില്ലായിരുന്നു. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ കൊലയും നടത്താനല്ല പട്ടികളെ അയക്കാൻ വേണ്ടത്. രാപ്പകൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മുതൽ പിടിച്ചു പറിക്കുന്നതിന്റെയും നടു റോഡിൽ അമ്മയും പെങ്ങളെ കയറി പിടിക്കുന്നതിന്റെ കഴുത്ത് വെട്ടാനാ. കുത്തോങ്കോ സ്ഥലം ஏண்டா இந்த ஸ்ட்ரீட்டுக்கு நீ தான் தாத்தாவா? சார் बोल अब्बास अली का खून तूने क्या लिखेगा कि नहीं? बोल बोल அப்பாஸ் அலியை கொன்னது நீ தான் எழுதி கொடுறா. വേണ്ട, കിടന്നോളൂ. നേരത്തെ വന്നപ്പോ ആള് നല്ല മയക്കത്തിലായിരുന്നു. ഞാനിവിടെ മരിച്ചുപോയെന്ന് കരുതി ഈ തെരുവിൽ കൊണ്ടിട്ടതാണ്. ലോകകപ്പിൽ മരിച്ചാൽ അവർക്കല്ലേ കഷ്ടം. നിങ്ങൾ അമർ സാബിന്റെ ആളുകളെയാണ് നോവിച്ചു വിട്ടത്. പോലീസും അവരുടെ ഭാഗത്താവും. ഈ മുറിവും ചതവും ഗുണ്ടകളുമായി വഴക്കിട്ടുണ്ടായതാണെന്ന് അവർ ആശുപത്രിയിൽ റിപ്പോർട്ട് ചെയ്തത്. സത്യം അതല്ലല്ലോ. പേടിക്കണ്ട, ആളിവിടെ ഉണ്ടെന്ന് ആർക്കും അറിയില്ല. ആരും സംശയിക്കില്ല. ഞാനൊന്ന് പുറത്തിറങ്ങി. ബുദ്ധിമോശം ഒന്നും കാണിക്കരുത്. അസുഖം മാറിയാൽ ഇവിടുന്ന് പോകാം. അതുവരെ ഞാൻ അനുവദിക്കില്ല.